നമ്മൾ മീഡിയം സൈസ് കടച്ചക്ക വറുത്തപ്പോൾ നമുക്ക് ഇത്ര മാത്രം വറുത്ത് കിട്ടി. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല മുറുമുറുപ്പുണ്ട്, നല്ല ടേസ്റ്റാണ് തിന്നാൻ. ചായക്ക് നമ്മളിത് തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കടച്ചക്ക, നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ടാവും കടച്ചക്ക, കടപ്പിലാവ് ഉണ്ടാവില്ല. ആ കടച്ചക്ക നമ്മൾ എടുത്ത് അത് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി അരിയുക. ഇതിൽ നിന്ന് നമ്മൾ സ്ലൈസായിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് നമ്മൾ അരിയാനായിട്ട് ആദ്യം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി നന്നായി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നന്നായി തിളയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ അതിൽ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായാലാണ് നമ്മൾ ഈ കടച്ചക്ക അതിലിടാൻ. എണ്ണ വാർന്നതിന് ശേഷം നമ്മളിതിൽ അരികത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ട്രിപ്പ് വീണ്ടും ഇടുക. അപ്പോൾ നമ്മൾ തീ സിമ്മ് വെച്ചത് കൂട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും കടച്ചക്ക നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയുടെ ലെവല് അനുസരിച്ച് നമ്മൾ കടച്ചക്ക ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ അതുപോലെ ഉപ്പും മഞ്ഞളുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ കടച്ചക്കയിൽ ഉപ്പും മഞ്ഞളും പിടിക്കും.